ലൈംഗികാരോപണ വിവാദത്തിൽ ഇത്രയും കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധിച്ചിരുന്നത് പരാതിയുണ്ടോ, പരാതിക്കാരുണ്ടോ എന്നീ ചോദ്യങ്ങൾ കൊണ്ടായിരുന്നു. പരാതിക്കാർ പോലുമില്ലാത്ത ഒരു വിഷയത്തിൽ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചിട്ട് എന്തിനാണ് എന്നെല്ലാം മാധ്യമങ്ങളോട് തിരിച്ചു ചോദിച്ച് പ്രതിരോധിച്ച് നിൽക്കുന്നതിനിടയിലാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിതയായ യുവതി മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് പരാതി നൽകിയത്. ഇതോടെ പ്രതിരോധങ്ങളെല്ലാം പാളിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്നീട് ആർക്കും ബന്ധപ്പെടാനായിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുമായി പാലക്കാട് നിറഞ്ഞു നിന്ന രാഹുൽ ഇന്നലെ വൈകുന്നേരം പരാതി നൽകിയെന്ന വാർത്ത വന്നതോടെ പൊതുപരിപാടികൾ റദ്ദാക്കി മൊബൈൽ ഫോണും ഓഫ് ചെയ്ത് എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. അതിനിടെ കേരളം വിട്ടുപോയതായുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട്. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ നെടുമങ്ങാട് വലിയമല പോലീസ് സ്റ്റേഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകളാണ് എഫ്ഐആറിൽ ചുമത്തിയിട്ടുള്ളത്. പരമാവധി 10 വർഷം മുതൽ ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. യുവതി പരാതി നൽകിയെന്ന വാർത്ത വന്നതോടെ അറസ്റ്റ് ഭയന്ന് രാഹുൽ കേരളം വിട്ടുവെന്നുള്ള ഊഹാപോഹങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. രാഹുലിന്റെ 3 മൊബൈൽ ഫോൺ നമ്പറുകളും 2 സഹായികളുടെ നമ്പറുകളും സ്വിച്ച് ഓഫ് ആണ്. പാലക്കാട്ടെ MLA ഓഫീസ് ഇന്നലെ തന്നെ അടച്ചുപൂട്ടിയിരുന്നു. പത്തനംതിട്ട അടൂരിലെ വീട്ടിലും രാഹുൽ എത്തിയിട്ടില്ല. പാലക്കാട്ടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയൊന്നും ഈ സംഭവത്തിന് ശേഷം രാഹുൽ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രതിഷേധം ഉണ്ടാകാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് രാഹുലിന്റെ അടൂരിലെ വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ രാഹുലിന്റെ അമ്മയും സഹോദരിയും മാത്രമാണ് വീട്ടിലുള്ളത്. വീട്ടിലേക്ക് വ്യത്യസ്ത യുവജന സംഘടനകളുടെ മാർച്ച് ഉണ്ടായേക്കാമെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുമുണ്ട്. യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ അതിവേഗത്തിലാണ് കാര്യങ്ങൾ പോലീസ് നീക്കിയത്. വളരെ വേഗത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാതി നെടുമങ്ങാട് വലിയമല പോലീസിന് കൈമാറി. പരാതിയുടെ അടിസ്ഥാനത്തിൽ റൂറൽ SP KS സുദർശനന്റെ നേതൃത്വത്തിൽ യുവതിയിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കുകയും ചെയ്തു. തിരുവനന്തപുരം റൂറൽ SP KS സുദർശനന് തന്നെയാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. മൊഴിയെടുത്തതിന് പിന്നാലെ വലിയമല പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. 5.5 മണിക്കൂറാണ് റൂറൽ SP സുദർശൻ പെൺകുട്ടിയിൽ നിന്ന് മൊഴിയെടുത്തത്. 20 പേജ് വരുന്ന യുവതിയുടെ മൊഴി പോലീസ് എഴുതിയെടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് FIR. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി എന്നീ കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസ് പിന്നീട് നേമം പോലീസിന് കൈമാറുകയും ചെയ്തു. രാഹുൽ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയെന്നും ഇതിനായി ഭീഷണിപ്പെടുത്തിയെന്നും അതിജീവിത പോലീസിന് നൽകിയ മൊഴിയിലുണ്ട്. ഗുളിക കഴിച്ചാണ് ഗർഭഛിദ്രം നടത്തിയത്. രാഹുലിന്റെ സുഹൃത്താണ് ഗുളിക എത്തിച്ചു നൽകിയത് എന്നും ഗുളിക കഴിച്ചു എന്നത് രാഹുൽ വീഡിയോ കോളിലൂടെ ഉറപ്പാക്കി എന്നതടക്കം വിശദമായ മൊഴി തന്നെ പോലീസ് രേഖപ്പെടുത്തി. പോലീസ് FIRൽ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ രാഹുലിന് വലിയ കുരുക്കാകും. അറസ്റ്റ് ഒഴിവാക്കാനാകില്ല എങ്കിലും മുൻകൂർ ജാമ്യത്തിനായുള്ള ശ്രമം രാഹുൽ നടത്തുന്നുണ്ട്. ഇതിനായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് രാഹുലിന്റെ നീക്കം. ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടത്തിലിന്റെ സഹായവും രാഹുൽ തേടിയിട്ടുണ്ട്. 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഭാരതീയ ന്യായ സംഹിതയിലെ 89-ാം വകുപ്പ് പ്രകാരം നിർബന്ധിത ഗർഭഛിദ്രത്തിന് ആജീവനാന്തമോ അല്ലെങ്കിൽ പിഴയോടുകൂടി 10 വർഷമോ ആണ് ശിക്ഷ. ഭയപ്പെടുത്തിയോ തെറ്റിദ്ധരിപ്പിച്ചോ സമ്മതം നേടിയെടുത്ത് ഗർഭഛിദ്രം നടത്തുന്നതിനെയും നിർബന്ധിത ഗർഭഛിദ്രത്തിന്റെ പരിധിയിൽ വരും. അതുകൊണ്ട് തന്നെ കേസ് കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. പോലീസ് രജിസ്റ്റർ ചെയ്ത FIRൽ രാഹുൽ മാങ്കൂട്ടത്തിലും സുഹൃത്തും പ്രതികളാണ്. മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിക്കുമെന്ന് അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടേ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകാവൂവെന്ന് സുപ്രീം കോടതി നിർദ്ദേശമുള്ളതാണ്. പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ ഇത് സാധ്യമാകുമോ എന്നും പരിശോധിക്കുന്നുണ്ട്. MLA ആണ് എന്നതും അറസ്റ്റ് സാഹചര്യം ഉണ്ട് എന്നതും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ ടുഡേ ആയി ഹർജി എത്തിക്കാനുള്ള സാധ്യതയാണ് പരിഗണിക്കുന്നത്. അതല്ലെങ്കിൽ തിരുവനന്തപുരത്തായിരിക്കും ഹർജി നൽകുക. അതിനിടെ പരാതിക്കാരിയുടേതെന്ന് കരുതുന്ന പുതിയ ശബ്ദരേഖയും വ്യാഴാഴ്ച പുറത്തു വന്നിരുന്നു. അതീവ ഗുരുതരമായ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതാണ് പുതിയ ഓഡിയോ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയെന്നും നിർബന്ധപൂർവം മരുന്ന് കഴിപ്പിച്ചുവെന്നും യുവതി ഈ ഓഡിയോ ക്ലിപ്പിൽ വ്യക്തമായി പറയുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നിലമ്പൂരിൽ എത്തിയപ്പോഴാണ് വീഡിയോ കോൾ വിളിച്ച് മരുന്ന് നിർബന്ധിച്ച് കഴിപ്പിച്ചത്. ഇതേ തുടർന്ന് 3 ദിവസം രക്തസ്രാവമുണ്ടായി. അവശ നിലയിലായതോടെ വൈദ്യസഹായം തേടിയപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇത്തരം മരുന്ന് കഴിച്ചതിന് ഡോക്ടർ ശകാരിച്ചുവെന്നും
ജീവൻ തന്നെ അപായത്തിലായേനെ എന്ന് ഡോക്ടർ പറഞ്ഞുവെന്നും ശബ്ദരേഖയിലുണ്ട്. അതേസമയം ഈ ശബ്ദരേഖയുടെ ആധികാരികത ഉറപ്പിക്കാനായിട്ടില്ല. വ്യാഴാഴ്ച 4:30 മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മറ്റൊരു സ്ത്രീക്കൊപ്പം എത്തിയാണ് യുവതി പരാതി നൽകിയത്. 3 പേജുള്ള പരാതി എഴുതി നൽകുകയായിരുന്നു. വാട്സാപ്പ് ചാറ്റ്, ശബ്ദരേഖ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകളും കൈമാറി. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണം ഉയരുന്നത്. പല ആരോപണങ്ങളും ഉയർന്നുവെങ്കിലും ഒന്നിൽ പോലും പരാതിക്കാർ ഉണ്ടായിരുന്നില്ല. എന്നാൽ മൂന്നാം കക്ഷികൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതികൾ പരിഗണിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ശബ്ദരേഖയിലെ യുവതിയെ കണ്ടെത്തി പരാതി എഴുതി നൽകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും യുവതി അതിന് തയ്യാറായില്ല. ശബ്ദരേഖയിലുള്ളത് തന്റെ ശബ്ദം തന്നെയാണോ എന്നത് സ്ഥിരീകരിക്കാനോ തള്ളാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഘട്ടത്തിലും തയ്യാറായില്ല എന്നതും കൂടുതൽ സംശയത്തിന് ഇടയാക്കി. പലപ്പോഴും പരാതിയില്ല എന്നും പരാതിക്കാരി ഇല്ല എന്നും പറഞ്ഞ് പ്രതിരോധിച്ചു നിന്നു. ഏറ്റവും ഒടുവിലാണ് പരാതി നൽകാനുള്ള യുവതിയുടെ തീരുമാനം വരുന്നത്. കുറെ കാലമായി യുവതി മാനസികമായി ഏറെ സമ്മർദ്ദത്തിലായിരുന്നു. എന്നാൽ അധിക്ഷേപവും അക്രമങ്ങളും തുടരുന്ന സാഹചര്യത്തിലാണ് പരാതി നൽകിയത്. മെഡിക്കൽ രേഖകൾ യുവതി പോലീസിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഗർഭിണിയാണ് എന്ന് രാഹുലിനോട് പറഞ്ഞപ്പോൾ ഗർഭഛിദ്രം നടത്താനാണ് പറഞ്ഞത്. അതിന് സമ്മതമല്ല എന്ന് അറിയിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തി. ഗർഭഛിദ്രം നടത്താൻ പലതവണ നിർബന്ധിച്ചു. കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴെല്ലാം ചീത്ത വിളിച്ചു. ബന്ധത്തിൽ നിന്ന് അകലാൻ രാഹുൽ ശ്രമിച്ചു. ഗുളിക നൽകിയാണ് രാഹുൽ ഗർഭഛിദ്രം നടത്തിയത്. എവിടെ നിന്നാണ് ഗുളിക എത്തിച്ചത് എന്ന് അറിയില്ല. സുഹൃത്ത് വഴിയാണ് തനിക്ക് ലഭിച്ചത്. ഗുളിക കഴിച്ചുവെന്ന വീഡിയോ കോളിലൂടെ ഉറപ്പിച്ചു. ഗുളിക കഴിച്ച ശേഷം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും രക്തസ്രാവവും ഉണ്ടായി. സർക്കാർ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. ഗർഭഛിദ്രത്തിന് താല്പര്യമില്ലായിരുന്നുവെന്നും രാഹുലിന്റെ നിർബന്ധപ്രകാരമാണ് സമ്മതിച്ചത് എന്നും യുവതിയുടെ മൊഴിയിലുണ്ട്. ഇന്ന് യുവതിയെ കോടതിയിൽ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് ആലോചിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ രാഹുലിനെതിരെ പരാതി വന്നത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് വിലയിരുത്തൽ. താൻ നേരിട്ട ദുരനുഭവം കോൺഗ്രസിലെ ചില യുവനേതാക്കളെ അറിയിച്ചിരുന്നതായും യുവതി മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതും കോൺഗ്രസിന് തിരിച്ചടിയാകും. പാർട്ടിക്ക് പരാതി കിട്ടിയിട്ടും പാർട്ടി രാഹുലിനെ സംരക്ഷിച്ചു നിർത്തി എന്നത് പാർട്ടിക്ക് കുരുക്കായി മാറാനും സാധ്യതയുണ്ട്. പരാതിയും FIRും ആയതോടെ ക്രൈംബ്രാഞ്ചിന്റെ ഇനിയുള്ള നീക്കങ്ങൾ നിർണായകമാകും.